30 കുതിരകൾ വന്നിറങ്ങുന്നത് കണ്ടതിന്റെ അമ്പരപ്പിലാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുകാർ. 30 കുതിരയാണ് ഒറ്റയടിക്ക് എത്തിയത്. രാജസ്ഥാനിൽ നിന്നാണ് അനിമൽ ആംബുലൻസിൽ കുതിരകളെ എത്തിച്ചിരിക്കുന്നത്. ഈ കുതിരകളെ സ്വകാര്യ ഫാമിൽ മാത്രം ഒതുക്കില്ല എന്നും നാട്ടുകാർ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കുമെന്നും ഉടമയും പ്രവാസി വ്യവസായിയുമായ വിഘ്നേഷ് വിജയകുമാർ പറയുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് 63 കുതിരകളുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്ന്. അപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളുമായിട്ടും കോളേജസുമായിട്ടും ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയാം കണ്ടമാനം ഹോഴ്സ് ഷിപ്സ് ഉള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. കറുപ്പും വെളുപ്പും എത്ര തരം കുതിരകളല്ലേ. നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ പലതരത്തിലുള്ള കുതിരകളാണ്, അതേപോലെ വേറിട്ടൊരു ഐഡിയ കൂടിയാണ് നമ്മുടെ വിഘ്നേഷ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ നിറഞ്ഞ വിശേഷങ്ങൾ? ലക്ഷ്മി, ഇനിയൊരു സിനിമയിലൊക്കെ ഈ ജഗതി ചോദിക്കുന്ന പോലെ എൻ്റെ കറുത്ത കുതിരയെ കണ്ടോ വെളുത്ത കുതിരയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ അങ്ങാടിപ്പുറത്ത് ആളുകൾക്ക് ചോദിക്കാം. അത്തരത്തിൽ 70 കുതിരകളാണ് ഒറ്റയടിക്ക് രാജസ്ഥാനിൽ നിന്ന് എത്തിയത് എന്നുള്ളതാണ്. ഈ വിഘ്നേഷിനെ പറ്റി പറയുമ്പോൾ, വിഘ്നേഷ് ഈ ഗുരുവായൂരപ്പന് കാണിക്കയായി വെച്ച താറ്, അത് ഏറ്റവും ശ്രദ്ധേയനാണ്. ആ താറ് വാങ്ങിയ ആളാണ് വിഘ്നേഷ്. അപ്പോൾ വിഘ്നേഷിന് അങ്ങനെ പലതരം ഹോബികളുണ്ട്. അതിൽ ചെറുപ്പം മുതലേയുള്ള ഒരു ഇഷ്ടമാണ് ഈ കുതിരകൾ എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ വിഘ്നേഷിൻ്റെ ഹോബിയാണ്. അങ്ങനെ 70ഓളം കുതിരകൾ വിഘ്നേഷിന് സ്വന്തമായി ഉണ്ട് ഇപ്പോൾ തന്നെ. അങ്ങനെയാണ് ഇവിടെ ഒറ്റയടിക്ക് 70 കുതിരകൾ രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുന്നത്. ആദ്യം അങ്ങാടിപ്പുറത്തേക്ക് എത്തിച്ചു. അതും വളരെ ഫലപ്രദമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ കുട്ടികൾക്കൊക്കെ കുതിര സവാരി പഠിക്കാനും ഈ നാടിനൊക്കെ ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടി അങ്ങനെ ഒരു അഡ്വഞ്ചർ സ്പോട്ട് കൂടിയാണ് കുതിരകളെ എത്തിക്കുക എന്നാണ് വിഘ്നേഷ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും നാടിനൊരു ഭംഗിയുള്ള കാഴ്ച. എത്രത്തോളം കുതിരകൾ വന്ന ഒരു അമ്പരപ്പ് ജയലക്ഷ്മി. ഞാൻ ആലോചിക്കായിരുന്നു, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുതിരകളൊക്കെ വാങ്ങിച്ചാലും അത് നമ്മളിലേക്ക് നാട്ടുകാർക്കൊന്ന് തൊടാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും നമ്മൾ അങ്ങനെ അവസരം കൊടുത്ത് കണ്ടിട്ടില്ല. ആ സ്ഥാനത്താണ് നമ്മുടെ വിഘ്നേഷ് വേറിട്ടൊരു രീതി എടുത്തിട്ടുള്ളത് അല്ലേ? അതെ, അവിടെ കൂടിയാണല്ലോ ഇത് ശ്രദ്ധേയമാകുന്നത്. ഈ സ്വന്തം പർപ്പസിനല്ലാതെ സാധാരണ വീടുകളിലൊക്കെ ഒരു കാഴ്ച വസ്തു പോലെയായി അങ്ങനെ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു നാടിന് വേണ്ടി കൂടെ ഇത് അങ്ങാടിപ്പുറത്തിൻ്റെ കുതിരകളാണ്, ഈ പെരിന്തൽമണ്ണയുടെ കുതിരകളാണ് എന്നൊരു ഫീൽ ആ നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ. കുട്ടികളൊക്കെ അവർക്കും കൂടെ കൗതുകമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എന്തായാലും വിഘ്നേഷ് സൃഷ്ടിച്ചത്. അത് കുറച്ചും കൂടെ വ്യത്യസ്ത ഐഡിയ ആയി, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നത് കൂടിയായി. വെറും ഒരു കുതിരയെ ഒരു കാഴ്ചവസ്ഥയാക്കുന്നതിനും അപ്പുറത്തേക്ക് അതൊരു പ്രത്യേകമായ ഒരു ഫീല് തന്നെയാണ് എന്തായാലും ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും നമ്മുടെ വിഘ്നേഷിന്റെ ആ ഒരു വലിയ മനസ്സിന് ഹാറ്റ്സ് ഓഫ്. കാരണം ആളുകളൊക്കെ പൊതുവെ സ്വാർത്ഥരായിട്ട് എൻ്റെത് എന്ന് മാത്രമാണല്ലോ പറയുന്നത്. അവിടെയാണ് നമ്മുടെ വിഘ്നേഷ് പലതരത്തിലുള്ള കുതിരകളെ ആളുകൾക്കായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്.